Hi friends, welcome to Tith's Cookbook. ഇന്നത്തെ റെസിപ്പി ഉണക്കച്ചെമ്മീന. ഉണക്കച്ചെമ്മീൻ എല്ലാവർക്കും അറിയാം എങ്ങനെ ചെയ്യണമെന്ന്. പക്ഷെ പലരുടെയും ഭയങ്കര വ്യത്യാസങ്ങളുണ്ട്. അതായത് ശരിക്കും ആ ക്രിസ്പിനെസ് കിട്ടുന്നില്ല. അപ്പൊ അത് ഞാൻ കാണിച്ചു തരാം വ്യത്യാസം. അതിന്റെ പാകമൊക്കെ ഉണ്ട്. അതുകൂടാതെ അതിന്റെ തല വെച്ച് നമ്മൾ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കി. അപ്പൊ അതും പൊടിച്ച് അത് ഡബയിലിട്ട് വെച്ചാൽ നമുക്ക് തേങ്ങ ചമ്മന്തിയൊക്കെ ഉണ്ടാക്കാം, വിച്ചിലിട്ടൊക്കെ കൊടുക്കാം. അപ്പൊ നമുക്ക് കാണാം. അപ്പൊ അതാ ഞാൻ എല്ലാം കിള്ളി വെച്ചിരിക്കുക. എന്താ ആദ്യം കഴുകണം. എത്ര വൃത്തിയായിട്ട് കണ്ടാലും കാര്യമില്ല, നമ്മൾ ആദ്യം കഴുകണം നല്ലോണം. ഇനിയിപ്പൊ ഞാൻ നല്ലോണം വെള്ളത്തിൽ തിരുമ്മി കഴുകണം. 2-3 പ്രാവശ്യം ഒന്നും കഴുകണ്ട, ഒരു പ്രാവശ്യം മതി. ഇനി ഇതെന്താ, ഇതെടുത്ത് ഒരു പാത്രത്തിലേക്ക് ഇടുക. ഇത് അഴുക്കും പൊടിയൊക്കെ ഉണ്ട്. പൊടി ഉപ്പ് നല്ലോണം ഇട്ടോ. നല്ലോണം ഇട്ടിട്ട് അങ്ങോട്ട് എല്ലായിടത്തും തിരുമ്മ. ഞാൻ പാനിലേക്ക് ഈ വെള്ളമെല്ലാം നല്ലോണം പറ്റി നല്ല ഡ്രൈ ആകണം. എന്നിട്ടാണ് പിന്നെ എണ്ണയിൽ ഫ്രൈ ചെയ്യണത്. ആദ്യം ഇങ്ങനത്തെ 2 പണിയുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അടുത്ത മെയിൻ പണി. അതെന്ന് പറഞ്ഞാൽ നമ്മുടെ എണ്ണയിൽ പൊരിച്ചത്. അപ്പൊ എന്താണ്, ക്ലീൻ ആവും. രണ്ടാമത്തെ കാര്യം നല്ല ക്രിസ്പി ആവും. പിന്നെ എണ്ണയിലാണ് പൊരിച്ചെടുക്കണത്. ചെമ്മീനെ ഉണക്കിയായാൽ പോലും അവൻ എടുത്ത് ചാടി. കണ്ട, അതാണ് ചെമ്മീന്റെ ഒരു കാര്യം. അവൻ തുള്ളിക്കൊണ്ടിരിക്കും. കണ്ട, നല്ലോണം ഉണങ്ങിയില്ലേ? ഉപ്പൊക്കെ നല്ലോണം പിടിച്ചിട്ടുണ്ട്. കണ്ട, അതൊക്കെ ഇങ്ങനെ കറുത്ത പോലെയായി അല്ലേ? കണ്ട, നല്ലോണം വറുത്തില്ലേ? ഞാൻ ഇതാ പൊരിക്കാൻ പോണേ. ഓക്കെ, ഇത് പൊരിച്ചിട്ടുണ്ട്. നമ്മുടെ എണ്ണയിൽ നല്ലോണം ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതേ എണ്ണയിലേക്ക് ഞാൻ ഉള്ളി ഇടുന്നേ. ഇത് ഞാൻ ചെറിയുള്ളി ഇട്ടാക്കണത്. ഈ സവാള വേണമെങ്കിൽ ഇടാട്ടോ, അല്ല ചെറിയുള്ളി തന്നെ വേണമെന്നൊന്നുമില്ല. അത് ഒരാളുടെ സൗകര്യമോ. പിന്നെ ടേസ്റ്റ് വെച്ച് കൂടും, അത്രേ ഉള്ളൂ. ചെറിയുള്ളി കുറച്ചും കൂടി എണ്ണ വേണ്ടി വരും. ഇത് ഇനി ഒന്ന് മൊരിയണം. മൊരിഞ്ഞു കഴിഞ്ഞാൽ പണി തീർന്ന് മുളക് പൊടി ഇടാം, എല്ലാം കൂടി മിക്സ് ചെയ്യാം. ഉപ്പ് വേണമെങ്കിൽ നമുക്ക് ഇടാം. ഉപ്പ് അതിന്റെ ആവശ്യം വരില്ല. പിന്നെ ഇത്രയും ഉള്ളി ഉള്ളത് കൊണ്ട് ചിലപ്പോ ഒരു പൊടിക്കന് വേണ്ടി വരും. ഞാൻ ഒരു കുറച്ച് ഉപ്പ് ഇടുന്നുണ്ട്, കാരണം ഇത്രയും ഉള്ളി ഉണ്ടല്ല. ഇപ്പൊ ഇത്രയും മൊരിഞ്ഞിട്ടുണ്ട്. കുറച്ച് ചതച്ച മുളക്. ഇനി ഇതില്ലെങ്കിൽ സാറില്ലട്ടാ, മുളക് പൊടി തന്നെ മതി. ഇതിപ്പോ ഇച്ചിരി ഒരു കാണാനും ഭംഗി, ഒരു ഇച്ചിരി ടേസ്റ്റും ഒക്കെ. അതുകൊണ്ട് ഇച്ചിരി ഇത് വെറുതെ ഇതുപോലെ എടുത്ത് കഴിഞ്ഞ ഉടനെ ഇച്ചിരി മുളക് പൊടി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഡബയിലിട്ട് വെക്കാം. നേരെ വെച്ച് ഇത് അത്രയും ദിവസം ഇരിക്കില്ല, കാരണം നമ്മൾ സവാള ഇടുന്നതല്ലേ, ഉള്ളി ഇടുന്നതല്ലേ. അപ്പൊ അതുകൊണ്ട് അത്ര ഇരിക്കില്ല. അല്ലെങ്കിൽ ഇതെങ്ങനെ ക്രിസ്പായിട്ടൊക്കെ ഇരിക്കും. ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇച്ചിരി മുളക് പൊടി ഇടാൻ പോണേ. അപ്പൊ ഇത് ഞാൻ ഇതിലേക്ക് ഇടുന്നതാണ്. ഇത് കണ്ട ഇങ്ങനെ. ഇനി ഇതിന്റെ ഇടയിൽ വേണമെങ്കിൽ ഒരിച്ചിരി മുളക് ഇങ്ങനെ നമുക്ക് സ്പ്രിങ്ക് ചെയ്യാം, കാരണം ഇതിന് ചൂടുണ്ട്. പച്ച ചുവ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യാം. എന്റെ രീതി എല്ലാവർക്കും അറിയാം, പക്ഷെ ഞാൻ ഇങ്ങനെ ഒരു സ്റ്റെപ്പ് കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ചിലപ്പോൾ നിങ്ങൾ അങ്ങനെ ആയിരിക്കും, പക്ഷെ ഞാനൊന്ന് അല്ലാത്തവർക്ക് കാണിച്ചു തന്നതാണ്. അപ്പൊ എന്റെ അടുത്ത റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.